നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ത്രയം എന്ന തുടർക്കഥയുടെ 8ാം ഭാഗം. ശിവകാമിയെ കാണാത്ത ദുഃഖത്തിൽ നന്ദയുടെ മുഖം വല്ലാതെയായി. തന്റെ മുന്നോട്ടുള്ള മാർഗത്തിന് തടസ്സം സൃഷ്ടിച്ച് മുഖം കൂർത്ത കത്തി പോലെ കൂർപ്പിച്ചു വെച്ചിരിക്കുകയാണ് മൊഴി. അവൾ പറയുന്നത് നേരോ അതോ നുണയോ? പെട്ടെന്ന് നന്ദ ശിവകാമിയെ ദൂരെ നിന്നും കണ്ടു. മൊഴിയെ മുൻകൂട്ടി പറഞ്ഞു വിട്ടതാകുമോ എന്നയാൾ ശങ്കിച്ചു. കരിമനക്കാടുകളിൽ നിന്നും വീശിയ കാറ്റ് മൊഴിയുടെ മിഴികളെ തഴുകി കടന്നുപോയി. നന്ദ അവളോട് പിന്നെ ഒന്നും ചോദിക്കേണ്ടെന്ന് കരുതി. അയാൾ ജീപ്പിനരികിലേക്ക് ലക്ഷ്യം വെച്ചു. അപ്പോഴാണ് അഭിമുഖമായി ശിവകാമി വന്നു നിന്നത്. കയ്യിൽ പച്ചക്കറി ഭാഗം വലിയൊരു ചൂടും. ആര്യത്? നന്ദയോ? എപ്പോൾ വന്നു? ശിവകാമി അയാളോട് ചോദിക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ ചുവന്നു തുടുത്തു നിൽക്കുന്നത് ശ്രദ്ധിച്ചു. വഴിമതി മുറുക്കി തുപ്പി വരികയായിരുന്നു എന്ന് തോന്നുന്നു. പല്ലും കറ പിടിച്ച് മങ്ങിപ്പോയിരിക്കുന്നു. ശിവകാമിയുടെ നെറ്റിയിലെ ചുവന്ന വട്ടപ്പെട്ട പോലെ തന്നെ ചുണ്ടുകൾ ചുവന്നു തുടുത്തിരിക്കുന്നു. പച്ചക്കറി ബാഗിൽ തക്കാളിയും വഴുതനയും വെണ്ടയും മത്തനും ഒക്കെയുണ്ട്. ചെല്ലട്ടെ? ശിവകാമി നന്ദയോട് യാത്ര പറഞ്ഞ് നടക്കാൻ തുടങ്ങി. ശിവകാമിക്ക് തന്നോട് എന്തേ ഒരു അകൽച്ച, അല്ലെങ്കിൽ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് പതിവ്. നന്ദ അവളുടെ പിന്നാലെ ഓടി. മഴയിൽ നിന്നിരുന്ന മൊഴി ഓടിച്ചെന്ന് കട്ടിളപ്പടിയിൽ കുത്തിയിരുന്നു. ശിവ, എന്താണ് ഇങ്ങനെ പോകുന്നത്? കണ്ടിട്ടും കാണാത്ത ഭാവം. അങ്ങനെയല്ലല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിച്ചല്ലോ. ശിവകാമി അകത്തേക്ക് കയറിപ്പോയി. ചാടിക്കയറി വരുന്നത് കണ്ട് മൊഴി വഴിയിൽ നിന്നും വേഗം മാറിയിരുന്നു. പിന്നാലെ നന്ദയും അകത്തേക്ക് കടന്നു ചെന്നു. ബാഗിൽ നിന്നും പച്ചക്കറികൾ ചൊരിയുമ്പോൾ ശിവകാമി നന്ദയെ ഒടി കണ്ടിട്ട് നോക്കി. ഇത് കുറേ ഉണ്ടല്ലോ. ഓരോന്നും പിടിച്ചും മറിച്ചും തിരിച്ചും നോക്കി നന്ദ അവളോട് പറഞ്ഞു. കുറേയുണ്ട്. ഇന്നലെ ഇവിടെ വന്നത് സേട്ടാണ്. കാശിൻ്റെ കനം സാധാരണ കിട്ടുന്നതിലും കൂടുതലായിരുന്നു. ശിവകാമി ആ പറഞ്ഞത് നന്ദയ്ക്ക് പൊടിച്ചില്ല. അയാളുടെ മുഖം ചുവന്നു. ഇപ്പോൾ ശിവകാമി മറ്റാരെയും തൊടുന്നതോ അവളെ ആരെങ്കിലും തൊടുന്നതോ നന്ദയ്ക്ക് ഇഷ്ടമല്ല. ഇനി അയാളോട് വരണ്ട, നന്ദ ശിവകാമിയോട് കൽപ്പിച്ചു. ആര്? സേട്ടോ? അയാളെന്നല്ല ആരും. അത് പറയാൻ നിനക്കെന്ത് അധികാരം? ഞാൻ നിന്റെ ഭാര്യയോ കാമുകയോ ഒന്നുമല്ലല്ലോ. ഇതെന്റെ തൊഴിലാണ്. അത് വേണ്ടെന്ന് പറയാൻ നിനക്കെന്ത് ധൈര്യം? അകത്തു നിന്നും അവരുടെ സംസാരം മൊഴി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മൊഴി വാതിലിനരികിൽ വന്നു നിന്ന് ഇരുവരെയും മാറി മാറി നോക്കി. ശിവ, എനിക്കിഷ്ടമല്ല. എനിക്ക് മാത്രമായി തന്നെ വേണം. മനസ്സിലിരിപ്പ് കൊള്ളാൻ നന്ദ. ഞാൻ നന്ദയോട് പറഞ്ഞതല്ലേ ഇങ്ങനെ എന്നോട് സംസാരിക്കരുതെന്ന്. വേഗം പോകാൻ നോക്ക്, ഞാൻ ഒന്ന് കുളിക്കട്ടെ എന്നും പറഞ്ഞ് ശിവകാമി അപ്പുറത്തേക്ക് കുളിക്കാൻ പോയി. നന്ദയ്ക്ക് അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയാൻ കഴിയാത്ത ഒരുതരം മാനസികാവസ്ഥയിലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയ ശിവകാമി നന്ദ അവിടെ ഇരിക്കുന്നത് കണ്ട് പ്രകോപിതയായി. നിന്നോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ട് നീ പോയില്ലല്ലേ നന്ദ? ശിവകാമി ദേഷ്യത്തിൽ ചോദിച്ചു. ശിവ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ശിവ, നീ ഇവിടെ ഒന്ന് സമാധാനത്തിരിക്കേ. ആദ്യം എനിക്ക് നീ വെറും പെണ്ണായിരുന്നു, എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. എനിക്കിപ്പോൾ നീലാതെ പറ്റൂല. ഞാൻ നിനക്കൊരു ജീവിതം തരാനാണ് ആഗ്രഹിക്കുന്നത്. വേണ്ട, എനിക്കൊന്നും വേണ്ട. അവൾ നന്ദയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് പുറത്താക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് നന്ദ അവളെ കടന്നു പിടിച്ചു. അവൻ്റെ ശക്തിയിൽ അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. പിന്നീട് അവൻ്റെ ബന്ധനത്തിൽ നിന്നും ശിവകാമിക്ക് മോചിതയാവാൻ. കുറേ കഴിഞ്ഞപ്പോൾ നന്ദ അവിടെ നിന്ന് തിരികെ പോയി. ശിവകാമി അയാൾ പോയി കഴിഞ്ഞപ്പോൾ നന്ദയെക്കുറിച്ച് ഓർത്തു. നന്ദയെ ഞാൻ സ്നേഹിച്ചാൽ ആളുകൾ എങ്ങനെ അംഗീകരിക്കും? അവരുടെ മുഖത്ത് നന്ദ എങ്ങനെ നോക്കും? ഒരു വേശ്യയെ സ്വീകരിച്ച കുറ്റം വീട്ടുകാർ പോർക്കുമോ? പ്രത്യേകിച്ച് രത്നാകർ, അയാളുടെ ഭാര്യമാർ, മകൾ ഭൂമി. തനിക്കൊരിക്കലും ഈ സമൂഹം ഒരു ഭാര്യ പദവി നൽകില്ല. നന്ദയെന്ന പുരുഷനിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ താൻ തയ്യാറാണ്. തൻ്റെ മാറ്റം അയാൾക്ക് പിന്നീട് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇത് വെറും എടുത്തുചാട്ടമായി തോന്നും. നന്ദയോട് തനിക്ക് വെറുപ്പില്ല, സ്നേഹം മാത്രം. അന്ന് നന്ദ പോയപ്പോൾ അവൾക്ക് പണം നൽകിയിരുന്നില്ല. നന്ദയുടെ മാറ്റമൊത്ത് ശിവകാമി ഒന്ന് മന്ദഹസിച്ചു. എങ്കിലും ചില ചിന്തകൾ അവളുടെ ഉള്ളിൽ കൊളുത്തി വരച്ചു. അപ്പോൾ ത്രയം എന്ന തുടർക്കഥയുടെ 8ാം ഭാഗം ഇവിടെ അവസാനിച്ചു. കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ത്രയത്തിൻ്റെ അടുത്ത ഭാഗമായിട്ട് വേഗം വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ.